ഇനി നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം. വളരെ സിമ്പിളാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാൻ. നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു കഴിഞ്ഞതാണ്. അതുമായിട്ട് വളരെ സിമിലാരിറ്റി ഉള്ള ഒന്നാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ടൈം ലൈൻ കാണാം. ഇത് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നടുവിലത്തെ ലൈന് നൗ, അതായത് ഇപ്പോൾ പ്രസൻറ്റ് ടൈമാണ്. ഇതിൻ്റെ റൈറ്റിലേക്ക് ഫ്യൂച്ചറിലേക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ആദ്യത്തെ സമയം നോക്കാം, 9 AM. ഐ വിൽ സ്റ്റാർട്ട് അറ്റ് 9 o'clock. ഇത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നമ്മൾ പഠിച്ചതാണ്. ഐ വിൽ സ്റ്റാർട്ട് അറ്റ് 9 o'clock. ഞാൻ 9 മണിക്ക് തുടങ്ങും. അടുത്ത പോയിന്റ് നോക്കാം. ഐ വിൽ ഫിനിഷ് അറ്റ് 5 o'clock. ഞാൻ 5 മണിക്ക് നിർത്തും അല്ലെങ്കിൽ അവസാനിപ്പിക്കും. ഇതും എന്താണ്, ആ ഒരു ടൈമിൽ നടക്കുന്നതാണ്, ആ ഒരു പോയിന്റിൽ നടക്കുന്നതാണ്, ഭാവിയിലെ ആ ഒരു പോയിന്റിൽ നടക്കുന്നതാണ്. ഇനി നമുക്ക് 9 മണി മുതൽ 5 മണി വരെ ഞാൻ വർക്ക് ചെയ്യും എന്നെങ്ങനെ പറയാം? അപ്പോഴാണ് നാം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ വിൽ ബി വർക്കിംഗ് ഫ്രം 9 to 5 ടുമാറോ. ഞാൻ 9 മണി മുതൽ 5 മണി വരെ നാളെ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ വർക്ക് ചെയ്യുക എന്നുള്ള ആക്ഷൻ ഞാൻ 9 മണി തൊട്ട് 5 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു സന്ദർഭത്തിലാണ് നാം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഓക്കെ, അതേ സ്ഥാനത്ത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നാം ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ്. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ നോക്കാം. വളരെ സിമ്പിളാണ്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വിൽ എന്ന ഓക്സിലറി വെർബ്, അതോടുകൂടെ ബി എന്ന ഓക്സിലറി വെർബും വേണം. ഓക്കെ, വിൽ ബി, അതിനുശേഷം വെർബ് പ്ലസ് ING. കണ്ടിന്യൂസ് ടെൻസ് ആണ്, നിങ്ങൾക്കറിയാലോ. എല്ലാ കണ്ടിന്യൂസ് ടെൻസിനും വെർബിൻ്റെ കൂടെ ING ഉണ്ടാവും. ഓക്കെ, എക്സാമ്പിൾ, ഐ വിൽ ബി വാക്കിംഗ്, ഐ വിൽ ബി വർക്കിംഗ്. ഐ സബ്ജക്റ്റ്, വിൽ ബി ഓക്സിലറി വെർബ്, വർക്കിംഗ് വെർബ് പ്ലസ് ING. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും ഐ, യു, ദേ, വി, ഷീ, ഹി, ഇറ്റ് തുടങ്ങി എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും വിൽ ബി തന്നെയാണ്. ഓക്കെ, അതിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ്. ഐ വിൽ ബി വർക്കിംഗ്, യു വിൽ ബി വർക്കിംഗ്, ദേ വിൽ ബി വർക്കിംഗ്, വി വിൽ ബി വർക്കിംഗ്, ഹി വിൽ ബി വർക്കിംഗ്, ഷീ വിൽ ബി വർക്കിംഗ്, ഇറ്റ് വിൽ ബി വർക്കിംഗ്. ഓക്കെ, അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ. വളരെ സിമ്പിളാണ്. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നതെന്നൊന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ. ഓക്കെ, എക്സാമ്പിൾ, അവർ ടീം വിൽ ബി അറ്റൻഡിങ് എ കോൺഫറൻസ് ഫ്രം March 5 to 8. ഞങ്ങളുടെ ടീം March 5 മുതൽ 8 വരെ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ എന്താണ്, March 5 മുതൽ 8 വരെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത് കണ്ടിന്യൂസ് ഡ്യൂറിങ് എ മൊമെൻറ്റ്. അങ്ങനെ പറഞ്ഞാൽ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരാം. അറ്റ് 2:30 ഐ വിൽ ബി ടേക്കിംഗ് മൈ ഇംഗ്ലീഷ് എക്സാം. 2:30 ഞാൻ എൻ്റെ ഇംഗ്ലീഷ് എക്സാം അറ്റൻഡ് ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ എഴുതുകയായിരിക്കും. ഓക്കെ, ഇവിടെ 2:30 അവൻ ഇംഗ്ലീഷ് എക്സാം എഴുതാൻ തുടങ്ങിയല്ല, 2:30 അവൻ അവസാനിപ്പിക്കുകയുമല്ല. 2:30 മുമ്പേ അവൻ എന്താക്കും, ഇംഗ്ലീഷ് എക്സാം എഴുതാൻ തുടങ്ങും. 2:30 അവൻ എന്താണ്, ആ ഇംഗ്ലീഷ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 2:30 ശേഷവും അവൻ എന്തായിരിക്കും, ഇംഗ്ലീഷ് എക്സാം എഴുതുകയായിരിക്കും. ഓക്കെ, അതായത് അറ്റ് 2:30 എന്നുള്ളത് ഒരു മൊമെൻ്റാണ്. ആ ടൈമിന് ഇവൻ എന്താക്കുകയാണ്, ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാണ്. ഓക്കെ, അറ്റ് 2:30 ഐ വിൽ ബി ടേക്കിംഗ് മൈ ഇംഗ്ലീഷ് എക്സാം. 2:30 ഞാൻ എൻ്റെ ഇംഗ്ലീഷ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഇവിടെ ഐ സബ്ജക്റ്റ്, വിൽ ബി ഓക്സിലറി വെർബ്, ടേക്കിംഗ്, ടേക്ക് പ്ലസ് ING. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് പറയാം. ഓൺ ട്യൂസ്ഡേ സാബിത്ത് വിൽ ബി ഗിവിങ് എ പ്രസൻറ്റേഷൻ ആൻഡ് രാജു വിൽ ബി മീറ്റിംഗ് എ ക്ലയൻറ്റ്. ഓക്കെ, ചൊവ്വാഴ്ച സാബിത്ത് ഒരു പ്രസൻറ്റേഷൻ നൽകുകയായിരിക്കും. അതുപോലെ തന്നെ രാജു ഒരു മീറ്റിങ്ങിലായിരിക്കും, ഒരു ക്ലയൻറ്റുമായിട്ട് ഒരു മീറ്റിങ്ങിലുമായിരിക്കും. ഇവിടെ 2 കണ്ടിന്യൂസ് ടെൻസ് ഒരുമിച്ച് ചെയ്തതാണ്. ഓക്കെ, ഇനി പൊളൈറ്റായിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും എന്താകാം, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, വിൽ യു ബി ചെക്കിംഗ് ഇൻ ഏർലി, വിൽ യു ബി ചെക്കിംഗ് ഇൻ ഏർലി. വിൽ യു ബി അറ്റൻഡിങ് ദ വെഡ്ഡിങ്, വിൽ യു ബി അറ്റൻഡിങ് ദ വെഡ്ഡിങ്. നിങ്ങൾ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുമോ? ഇത് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്. അതൊരു കുറച്ച് പൊളൈറ്റായിട്ട് ചോദിക്കുന്നൊരു മെത്തേഡ് കൂടിയാണ് ഇതെന്നേ ഉള്ളൂ. ഓക്കെ,
വിൽ യു ബി അറ്റൻഡിങ് ദ വെഡിങ്? നിങ്ങൾ വെഡിങ് അറ്റൻഡ് ചെയ്യുമോ? ഇവിടെ കുറച്ച് ടൈം മാർക്കേഴ്സ് വന്നിട്ടുണ്ട്. ടൈം മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്തെ സൂചിപ്പിക്കുന്ന കുറച്ച് വാക്കുകളാണ് ഇംഗ്ലീഷിൽ. ഭാവിയിലെ സമയത്തെ സൂചിപ്പിക്കുന്ന കുറച്ച് വാക്കുകൾ. ടുമാറോ നാളെ, നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച, നെക്സ്റ്റ് മന്ത് അടുത്ത മാസം, നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം, ഓൺ ഫ്രൈഡേ, ഓൺ സാറ്റർഡേ, ഓൺ സൺഡേ, ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ. ഓക്കെ, അതുപോലെ ഇൻ സമ്മർ അല്ലെങ്കിൽ ഇൻ വിൻ്റർ. ഇതൊക്കെ എന്താണ്? ഭാവിയിലെ ഒരു സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന വാക്കാണ്. ഓക്കെ, ഇവ എന്താക്കാം? നമുക്ക് ഫ്യൂച്ചർ ടെൻസിൻ്റെ ഒപ്പരം, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒപ്പരവും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഒക്കെ ഒപ്പരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. ഉദാഹരണം നോക്കാം. ഐ വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ് അറ്റ് 10 AM ടുമാറോ. ഞാൻ നാളെ 10 മണിക്ക് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ് അറ്റ് 10 AM നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച 10 മണിക്ക് ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത്രയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ യൂസസിനെ കുറിച്ച് പറയാനുള്ളത്. ഈ യൂസസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ യൂസസുമായിട്ട് വളരെ സിമിലറായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. പാസ്റ്റിലത്തെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പിന്നെ എവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല? കണ്ടിന്യൂസ് ടെൻസ് കണ്ട അപ്പം മനസ്സിലാക്കുക, സ്റ്റാറ്റീവ് വേർബ്സിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. നാം കഴിഞ്ഞു പോയ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലൊക്കെ നാം പറഞ്ഞിട്ടുണ്ട് എന്ത്? സ്റ്റാറ്റീവ് വേർബ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. സ്റ്റാറ്റീവ് വേർബ്സിനെ കുറിച്ചും നാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റാറ്റീവ് വേർബ്സ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒപ്പരവും ഉപയോഗിക്കില്ല. ഉദാഹരണം, യു വിൽ ബി ലവിങ് ദിസ് കാർ. നാം അങ്ങനെ പറയില്ല. ലവ് എന്നുള്ള വേർബ് ഒരു സ്റ്റാറ്റീവ് വേർബാണ്. അതിൻ്റെ കൂടെ ING കൂട്ടാൻ പറ്റില്ല. സോ യു വിൽ ലവ് ദിസ് കാർ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് നാം മാറ്റും. ഓക്കെ, യു വിൽ ലവ് ദിസ് കാർ. ഹി വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം സൂൺ. നാം പറയില്ല. അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു വാക്കില്ല. അണ്ടർസ്റ്റാൻഡ് എന്നതൊരു സ്റ്റാറ്റീവ് വേർബാണ്. അതിൻ്റെ കൂടെ ING കൂട്ടില്ല. ഓക്കെ, ഹി വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് റോങ് ആണ്. അപ്പോൾ നമ്മൾ അതെന്താക്കണം? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് മാറ്റണം. ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം സൂൺ. അവൻ പ്രോബ്ലം ഉടൻ തന്നെ മനസ്സിലാവും. ഓക്കെ, ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം സൂൺ. ഓക്കെ, ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, ഇൻറ്റഗ്രേറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. സബ്ജക്റ്റ് വിൽ ബി ഓക്സിലറി വെർബ് പ്ലസ് verb plus ING. ഓക്കെ, I will be walking, he will be walking, you will be walking, they will be working. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും വിഷയമില്ല. ഓക്സിലറി വെർബ് വിൽ ബി ആയിരിക്കും. ഓക്കെ, പ്ലസ് verb പ്ലസ് ING. ഓക്കെ, ഇനി നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ നോട്ട് ആഡ് ചെയ്താൽ മതി. എവിടെ നോട്ട് ആഡ് ചെയ്യുക? വില്ലിൻ്റെയും ബീൻ്റെയും ഇടയിലാണ്. ഓക്കെ, വിൽ നോട്ട്, ഐ വിൽ നോട്ട്. ഓക്കെ, ആദ്യം സബ്ജക്റ്റ്, പിന്നെ വില്ല് എന്ന ഓക്സിലറി വെർബ്, അതിനുശേഷം നോട്ട് എന്ന വാക്ക്, അതിനുശേഷം ബി എന്ന ഓക്സിലറി വെർബ്, അതിനുശേഷമാണ് verb പ്ലസ് ING. ഓക്കെ, ഐ വിൽ നോട്ട് ബി വർക്കിംഗ്. അതുപോലെ തന്നെ നാം പറഞ്ഞിട്ടുണ്ട് വില്ലും നോട്ടും നമുക്ക് ഒരുമിച്ച് എഴുതാം. വോണ്ട് എന്നാണ് എഴുതുക. ഓക്കെ, വോണ്ട്. അപ്പോൾ ഐ വോണ്ട് ബി വർക്കിംഗ് അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ബി വർക്കിംഗ്. അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് വന്നാലും വിൽ നോട്ട് ബി. ഓക്കെ, യു വിൽ നോട്ട് ബി, ദേ വിൽ നോട്ട് ബി, ഷി വിൽ നോട്ട് ബി വർക്കിംഗ്. ഓക്കെ, ഇനി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനും എളുപ്പമാണ്. വില്ല് എന്ന ഓക്സിലറി വെർബിനെ എടുത്ത് ഏറ്റവും തുടക്കത്തിലേക്ക് കൊണ്ടുവരാം. സോ ആദ്യം വില്ല് എന്ന ഓക്സിലറി വെർബ്, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം ബി എന്ന ഓക്സിലറി വെർബ്, അതിനുശേഷമാണ് verb പ്ലസ് ING. സോ വിൽ ഐ ബി വർക്കിംഗ്, വിൽ ഐ ബി വർക്കിംഗ്, വിൽ യു ബി വർക്കിംഗ്, വിൽ ഷീ ബി വർക്കിംഗ്. ഓക്കെ, വർക്കിംഗ് എന്നുള്ളത് verb പ്ലസ് ING ആണ്. വർക്കിങ്ങിന് പകരം ഈറ്റിംഗ് എടുക്കാം, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് എടുക്കാം, ജമ്പിങ് എടുക്കാം, റണ്ണിങ് എടുക്കാം. ഓക്കെ, വിൽ ഐ ബി റണ്ണിങ്, വിൽ ഐ ബി ജമ്പിങ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുകയാണെങ്കിലോ സിമ്പിളാണ്. ഇൻറ്റഗ്രേറ്റീവ് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇട്ടാൽ മതി. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ വില്ല് എന്ന ഓക്സിലറി വെർബ്, പിന്നെ സബ്ജക്റ്റ്, അതിനുശേഷം ബി എന്ന ഓക്സിലറി വെർബ്, അതിനുശേഷം verb പ്ലസ് ING. ഓക്കെ, സോ വെൻ വിൽ യു ബി വർക്കിംഗ്, വെൻ എന്നുള്ളത് ചോദ്യവാക്ക്, വേർ വിൽ യു ബി വർക്കിംഗ്, വേർ എന്നുള്ളതും മറ്റൊരു ചോദ്യവാക്കാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ചോദ്യവാക്കുകളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ചോദ്യവാക്ക് എടുത്ത് ഞാൻ ഇതിൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, അഫർമേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനും നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് ഇതിലെ 2 ഓക്സിലറി വെർബ് ഉണ്ട്, വില്ലും ബിയും. അതിൽ വില്ലിൻ്റെ കൂടെയാണ് നോട്ട് വരുന്നത്, വിൽ നോട്ട്, അതിനുശേഷമാണ് ബി വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻട്രോഗേറ്റീവ് ആക്കുമ്പോൾ സബ്ജക്റ്റിൻ്റെ മുമ്പിലേക്ക് വില്ല് മാത്രമേ പോകുകയുള്ളൂ, ബി സബ്ജക്റ്റിന് ശേഷം തന്നെയാണ്. ഓക്കെ, വിൽ യു ബി. ഓക്കെ, അത് ശ്രദ്ധിക്കണം, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്.
ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് ഉത്തരം ഷോർട്ടാക്കി നൽകുന്നതെന്ന് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് പഠിച്ചതുപോലെ തന്നെയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനും. വളരെ സിമ്പിളാണ്. ഉദാഹരണം നോക്കാം. വിൽ സാബിത്ത് ബി വർക്കിംഗ് വിത്ത് യു? സാബിത്ത് നിൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമോ? അതിനുത്തരമായിട്ട് ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. അത് ഇംഗ്ലീഷിൽ ഷോർട്ടാക്കി പറയാനുള്ള മെത്തേഡാണ് യെസ് ഹി വിൽ, അല്ലെങ്കിൽ നോ ഹി വോണ്ട്. വിൽ പ്ലസ് നോട്ടാണ് വോണ്ട്. ഓക്കെ, യെസ് ഹി വിൽ ഓർ നോ ഹി വോണ്ട്. ഇത് പൂർണ്ണമായിട്ട് എങ്ങനെ പറയാം? യെസ് ഹി വിൽ ബി വർക്കിംഗ് വിത്ത് മീ. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഷോർട്ടാക്കി പറഞ്ഞാൽ മതി, യെസ് ഹി വിൽ. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കാം. വിൽ യു ബി അറ്റൻഡിങ് ദ ലെക്ചർ? ആണ് എന്നാണെങ്കിൽ യെസ് ഐ വിൽ, അല്ല എന്നാണെങ്കിൽ നോ ഐ വോണ്ട്. ഓക്കെ, വളരെ സിമ്പിളാണ്. യെസ് ഓർ നോ, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി. ഓക്കെ, ഇനി നമുക്ക് ഇതുവരെ പഠിച്ചത് പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസാണ്. ഇതിനെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസാക്കി മാറ്റണം. ഓക്കെ, ഐ വിൽ ലേൺ. ഐ വിൽ ലേൺ, ഞാൻ പഠിക്കും. ഇതിനെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസാക്കി എങ്ങനെയാണ്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാക്കി എങ്ങനെ? അതെ, ഐ വിൽ ബി ലേണിംഗ്. ഐ വിൽ ബി ലേണിംഗ്. ദേ വിൽ സെൽ, അവർ വിൽക്കും. അവർ വിറ്റുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആക്കി എങ്ങനെയാണ്? അതെ, ദേ വിൽ ബി സെല്ലിങ്. ഓക്കെ, ദേ വിൽ ബി സെല്ലിങ്. ഇനി നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആക്കാം. വി വിൽ ബി ടേക്കിംഗ് ദ ബസ്. അത് നെഗറ്റീവ് ആക്കുക എങ്ങനെയാണ്? വി വിൽ നോട്ട്, അല്ലെങ്കിൽ വി വോണ്ട് ബി ടേക്കിംഗ് ദ ബസ്. വി വിൽ നോട്ട് ബി ടേക്കിംഗ് ദ ബസ്. ഓക്കെ, ഹി വിൽ ബി സ്റ്റേയിങ് അറ്റ് എ ഹോട്ടൽ. അവരൊരു ഹോട്ടലിലായിരിക്കും താമസിക്കുക. നെഗറ്റീവ് ആക്കുക എങ്ങനെ? ഹി വിൽ നോട്ട് ബി സ്റ്റേയിങ് അറ്റ് എ ഹോട്ടൽ. ഓക്കെ, ഇനി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആക്കാം. രാജു വിൽ ബി കോളിംഗ് അറ്റ് 6 o'clock. ഈ ഒരു സെൻറ്റൻസ് നമുക്കൊരു ചോദ്യമാക്കി മാറ്റാം. വാട്ട് ടൈം വിൽ രാജു ബി കോളിംഗ്? എപ്പോഴായിരിക്കും രാജു വിളിക്കുന്നത്, അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് ടൈം വിൽ രാജു ബി കോളിംഗ്? അടുത്ത്, ഫായിസ് വിൽ ബി ടീച്ചിങ് ഫ്രം 6 to 8 PM. ഫായിസ് വിൽ ബി ടീച്ചിങ് ഫ്രം 6 to 8 PM. എപ്പോഴായിരിക്കും ഫായിസ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാം? അതെ, ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വേണം അല്ലേ? എപ്പോൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് എന്താ? വെൻ. ഓക്കെ, അപ്പോൾ വെൻ വിൽ ഫായിസ് ബി ടീച്ചിങ്. വെൻ വിൽ ഫായിസ് ബി ടീച്ചിങ്, എപ്പോഴായിരിക്കും ഫായിസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ഉത്തരമാണെന്ത്? ഫായിസ് വിൽ ബി ടീച്ചിങ് ഫ്രം 6 to 8 PM. ഓക്കെ, ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ വരുത്തി വെക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് നോക്കാം. ടെൻസിൽ മിസ്റ്റേക്ക് വരുത്തിയെന്ന് വരാം. ഉദാഹരണത്തിന്, ഐ കാൺട്ട് കോൾ അറ്റ് 7 ആസ് ഐ വിൽ ട്രാവൽ ദെൻ. എനിക്ക് 7 മണിക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ട്രാവൽ ചെയ്യായിരിക്കും. ഇവിടെ ഐ വിൽ ട്രാവൽ ദെൻ എന്നുള്ളത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്. അതായത് ഞാൻ ട്രാവൽ ചെയ്യും എന്നാണ് അർത്ഥം. ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണല്ലോ ഇവിടെ വരേണ്ടത് അല്ലേ? എനിക്ക് 7 മണിക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം എന്താ? ഞാൻ 7 മണിക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ വരണ്ടേ? അപ്പോൾ എന്താക്കണം? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആക്കണം. അപ്പോൾ എങ്ങനെ എഴുതുക? ഐ കാൺട്ട് കോൾ അറ്റ് 7 ആസ് ഐ വിൽ ബി ട്രാവലിംഗ്. ഐ വിൽ ബി ട്രാവലിംഗ് ദെൻ. ഓക്കെ, ഇനി ചിലപ്പോൾ സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് വരുത്തിയേക്കാം. ഷീ വിൽ ബി ടേക്കിംഗ് എ വാക്സിൻ. ഇവിടെ ടേക്കിങ്ങിൻ്റെ സ്പെല്ലിങ് റോങ് ആണ്. ടേക്കിൻ്റെ അവസാനത്തെ ഇ കളഞ്ഞിട്ടാണ് ING കൂട്ടുക. ഓക്കെ, TAKING, ടേക്കിംഗ്. ഓക്കെ, ഷീ വിൽ ബി ടേക്കിംഗ് എ വാക്സിൻ. ഇനി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ സ്ട്രക്ചറിൽ മിസ്റ്റേക്ക് വരുത്തിയെന്ന് വരാം. ഉദാഹരണത്തിന്, വെൻ ദേ വിൽ ബി ഫിക്സിങ് ദ കാർ. വെൻ ദേ വിൽ ബി ഫിക്സിങ് ദ കാർ. ഇവിടെ എന്താ മിസ്റ്റേക്ക്? ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വേണം, പിന്നെ വില്ല് വേണം, അതിന് ശേഷമാണ് സബ്ജക്റ്റ്, അതിന് ശേഷമാണ് ബി. ഓക്കെ,
അപ്പോൾ എങ്ങനെ എഴുതുക? വിൽ ദേ ബി. വെൻ വിൽ ദേ ബി. വെൻ വിൽ ദേ ബി ഫിക്സിങ് ദ കാർ. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. വില്ലിന് ശേഷം സബ്ജക്റ്റ് വന്നിട്ടാണ് ബി കൂട്ടുക. ഓക്കെ, വെൻ വിൽ ദേ ബി ഫിക്സിങ് ദ കാർ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റാറ്റീവ് വേർബ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആക്കി എഴുതുന്നത് തെറ്റാണ്. ഓക്കെ, നോക്കാം. സൂൺ യു വിൽ ബി നൗയിങ് ദ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. നോ, നൗയിങ് എന്ന് പറയില്ല. ഓക്കെ, നോ ഒരു സ്റ്റാറ്റീവ് വെർബ് ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആക്കി എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് സിമ്പിൾ ഫ്യൂച്ചർ ആക്കി എഴുതാം. ഓക്കെ, സൂൺ യു വിൽ നോ ദ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. വളരെ സിമ്പിളാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എന്താക്കുക, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഓക്കെ, അതൊരു സമയം തൊട്ട് മറ്റൊരു സമയം വരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇൻട്രോഗേറ്റീവും സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് വ്യക്തമായി പഠിച്ചാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾ പഠിച്ചു എന്ന് പറയാം. ഓക്കെ, ഒരു ഉദാഹരണം കൂടി നോക്കാം. ഷീ വിൽ ബി വിസിറ്റിംഗ് ഡൽഹി. ഇനി അതിനെ നെഗറ്റീവ് ആക്കുക. ഒരു നോട്ട് ആഡ് ചെയ്താൽ മതി. ഷീ വിൽ നോട്ട് ബി വിസിറ്റിംഗ് ഡൽഹി. വിൽ നോട്ട് കൂട്ടി ചെയ്താൽ വോണ്ട് എന്നാണ്. ഷീ വോണ്ട് ബി വിസിറ്റിംഗ് ഡൽഹി. ഇനി ഇൻട്രോഗേറ്റീവ് ആക്കുക. വിൽ ഷീ ബി വിസിറ്റിംഗ് ഡൽഹി. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്തുകൊണ്ട് ഇൻട്രോഗേറ്റീവ് ആക്കുക. ഇങ്ങനെ വെൻ വിൽ ഷീ ബി വിസിറ്റിംഗ് ഡൽഹി. വെന്നിന് പകരം മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ് വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിനി കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഫൈസ് ഔട്ട്.